കോവളം എം.എൽ.എ അഡ്വക്കേറ്റ് എം വിൻസെന്റ് ബാലരാമപുരം കൊടിനട മുതൽ വഴിമുക്ക് വരെയുള്ള റോഡ് നിർമ്മാണത്തിലെ സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. 6 വർഷമായി നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന ബാലരാമപുരം കൊടിനട മുതൽ വഴിമുക്ക് വരെയുള്ള 1.5 കിലോമീറ്റർ റോഡ് ഒച്ചിഴയും വേഗത്തിലെന്നും ഇനിയും ക്ഷമിക്കുവാൻ കഴിയില്ലെന്നും ആരോപിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായികൾക്ക് അടിയന്തരമായി നഷ്ടപരിഹാര തുക നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോവളം എം.എൽ.എ അഡ്വക്കേറ്റ് എം വിൻസെന്റ് ഇന്ന് സത്യാഗ്രഹ സമരം ബാലരാമപുരം ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു. മുൻ കെ.പി.സി.സി പ്രസിഡന്റും മുൻ എം.പിയുമായ കെ മുരളീധരൻ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. വികസനം നടക്കുന്നുവെന്ന് സർക്കാർ വാദിക്കുമ്പോൾ നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിക്കുന്ന UDF-നെ വികസന വിരോധികളെന്നാണ് ആക്ഷേപിക്കുന്നതെന്ന് മുരളീധരൻ കുറ്റപ്പെടുത്തി. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ വികസന വിരോധികളെന്ന് വിളിക്കുന്ന നിങ്ങൾ ഈ വികസനം പൂർത്തീകരിക്കണം എന്ന് പറയുമ്പോൾ എന്തിനാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്? അപ്പോൾ ഓരോന്നിനും ഓരോ ഭാഷ്യം കണ്ടെത്തുക. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധ്യമല്ല. എത്രയും വേഗത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ ജനപിന്തുണയോടെ ഇത്തരത്തിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷെ അതിന് പള്ളിച്ചൽ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പല പഞ്ചായത്തുകളും അനുമതി കൊടുക്കുന്നുണ്ട്. പള്ളിച്ചൽ പഞ്ചായത്തിലെ സ്ഥലമേറ്റെടുത്ത സ്ഥലത്തെല്ലാം വയ്ക്കുന്നതിന് വേണ്ടി സ്ഥലമേറ്റെടുപ്പ് സമയത്ത് കൊടുത്തിട്ടുള്ള വാഗ്ദാനം അനുസരിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായും സ്ഥലം വിട്ടുകൊടുക്കുന്നവർക്ക് മറ്റ് നിയമക്കുരുക്കുകളിലേക്ക് പെട്ട് അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഉള്ള നടപടികൾ സ്വീകരിക്കണം. അത് നിയമവിരുദ്ധമായിട്ടാണ് പഞ്ചായത്ത് നേരത്തെ ഉറപ്പ് നൽകിയതിന് വിരുദ്ധമായിട്ടാണ് പഞ്ചായത്ത് അങ്ങനെ ഒരു നടപടി സ്വീകരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. അത് പിൻവലിച്ചുകൊണ്ട് സ്ഥലം വിട്ട് നൽകുന്നവരെ കൂടുതൽ ഉപദ്രവിക്കാതെ അവർക്ക് കെട്ടിടങ്ങൾ പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കേണ്ടതാണ്. അല്ല, 186 പേർക്കാണ് ഇനി പണം കൊടുക്കാനുള്ളത്. ആ കൊടുത്തത് തന്നെ വിവേചനപരമായിട്ടാണ് കൊടുത്തത്. ഒരേ സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് പൈസ കൊടുക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് പൈസ കൊടുക്കുന്നില്ല. ഇതിനെന്താണ് കാരണം? അപ്പോൾ നേരത്തെ പൈസ കിട്ടി കൊടുക്കാനും ചിലർക്ക് കൊടുക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അടിയന്തരമായി ഇപ്പോൾ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ 102 കോടി അനുവദിച്ച പൈസ സാങ്കേതിക തകരാറ്, ടെക്നിക്കൽ എറർ എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, മനഃപൂർവ്വമായിട്ട് അത് ഉണ്ടാക്കിയെന്നാണ് ഞാൻ പറയുന്നത്. കാരണം പ്ലാൻ ഫണ്ടിൽ കൊടുക്കണം, നോൺ പ്ലാൻ ഫണ്ടിൽ ഒരിക്കലും കൊടുക്കാറില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് അത് തിരുത്താൻ കഴിയുമായിരുന്നിട്ട് ഈ 2 മാസമായിട്ട് തിരുത്താതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. അപ്പം അതുകൊണ്ട് അടിയന്തരമായി അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. പണം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ കിട്ടും. ഈ പണം ആദ്യം KRB കൈമാറണം. KRB ആണ് പിന്നെ റവന്യൂവിന് കൈമാറേണ്ടത്. റവന്യൂ ആണ് ഇനി ഭൂ ഉടമകൾക്ക് കൈമാറേണ്ടത്. അടിപ്പാത എന്നുള്ളത് മാറ്റിയല്ലോ, അത് ഗവൺമെന്റ് മാറ്റി. DPR ഒക്കെ നേരത്തെ അംഗീകരിച്ച DPR അല്ല, ഇപ്പൊ അത് DPR-ന്റെ പ്രശ്നമല്ലോ. DPR-ന്റെ ബേസിസിലാണല്ലോ സ്ഥലം ഏറ്റെടുക്കുന്നത്. DPR നേരത്തെ ഉള്ളതാണ്. ഇത്തരത്തിൽ മികച്ച ജനപിന്തുണയോടെ ധർണ സംഘടിപ്പിച്ച വിൻസെന്റ് MLA അദ്ദേഹം അഭിനന്ദിച്ചു. എല്ലാ ജാതിമത കക്ഷി രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെയും വ്യാപാരി വ്യവസായികളുടെയും സാന്നിധ്യം കോവളം MLA-യുടെ നിരാഹാര സത്യാഗ്രഹത്തിൽ ആദരവും പിന്തുണയുമായെത്തി. GTV ന്യൂസ്, ബാലരാമപുരം.